എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 38 കിലോമീറ്ററാണ് പോർബന്തറിനുള്ളത്. ഇത്രയും സമയം കൊണ്ട് ഞാൻ ഇത്ര ദൂരം ചവിട്ടി തീർത്തു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ സൈൻ ബോർഡുകളാണ്. ഇത് കണ്ടോ, ഇവരൊക്കെ ക്രോസ് ചെയ്യുമെന്നാണ് പറയുന്നത്. മലമ്പാമ്പ്, ഇത് കുറുക്കനല്ല, നരി, പിന്നെ പുള്ളിപ്പുലിയാണ്. അപ്പം ഇവരൊക്കെ ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷിച്ച് പോകണമെന്ന് വണ്ടിക്കാർക്കുള്ള സിഗ്നലാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായ ഒരു കൃഷിസ്ഥലവും അതിന് പുറകിലുള്ള ഒരു ചെറിയ ഗ്രാമവും. ഇത്ര മനോഹരമാണെന്ന് നോക്കി. ഒരുമാതിരി ഫുട്ബോൾ ഗ്രൗണ്ട് പുല്ലി എത്തിയിട്ടിരിക്കുന്ന പോലെയുണ്ട് നമ്മുടെ പാടശേഖരം നിൽക്കുന്നത്. എത്ര മനോഹരമാണെന്ന് നോക്കി. കാണുമ്പം കൊതി വരുവാണ്. അപ്പോൾ ഈ പാടശേഖരം കണ്ടപ്പോഴത്തേക്കും നമ്മൾ ഒന്ന് നിർത്തിയതാണ്. ആ ഒരു വീടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. വലിയ വലിയ വീടുകളാണ് കർഷകരുടെ വീടുകളെല്ലാം വലിയ വലിയ വീടുകളാണ്. സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന വണ്ടികൾ കാണാം. അതോടൊപ്പം തന്നെ കൂടുതലും കരിക്കാണ് കൂടുതൽ. പിന്നെ ചോളം, റാഗി, ഗോതമ്പിൻ്റെ സീസണാണിപ്പോൾ. അപ്പോൾ ആ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. ഈ സൈഡ് മുഴുവൻ ഈ വനപ്രദേശമാണ്. അതുപോലെ തന്നെ കരിങ്കൽ ക്വാറികളാണ്. പിന്നെ ഈ വനപ്രദേശത്തിൻ്റെ ഇടയിലൊക്കെ നമുക്ക് കൃഷിസ്ഥലങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അതൊക്കെ കൃഷിസ്ഥലമാണ്. പക്ഷേ ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും കൃഷിസ്ഥലമാണെന്ന് മനസ്സിലാവില്ല. അതായത് കുന്നിൻ ചെരുവ് പോലെ കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആ ഒരു കാടിൻ്റെ ഏരിയ കഴിഞ്ഞുള്ള ഭാഗം കടലാണ്. ആ കടൽ തീരത്തൂടെ തന്നെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കല്ലാണ് കേട്ടോ ഇവിടെ വെട്ടുകല്ലായിട്ട് പൊട്ടിച്ചെടുക്കുന്നത്. കട്ടി കുറഞ്ഞ കരിങ്കല്ല്. പക്ഷേ ഇത് പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലല്ല, നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോർക്കും ഇത് കോൺക്രീറ്റിൻ്റെ പീസാണോ. ഇത് കണ്ടോ, ഇത് കണ്ടു കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ ഒരു പീസ് പോലെയുണ്ട്, സിമെൻറ്റ് തേച്ച് വെച്ചിരിക്കുന്ന പോലെ. അങ്ങനത്തെ ഒരു ഇതാണ്. കാരണം മറ്റൊന്നുമല്ല, ഉപ്പുവെള്ളമാണ് അതിൻ്റെ ഒരു പ്രകൃതി. ഉപ്പുവെള്ളം കല്ലിൽ വീഴുമ്പോഴുള്ള ഒരു മാറ്റം രൂപത്തിൽ കാണിക്കുന്നതാണ്. ഇത് കട്ട് ചെയ്തെടുത്താലും ഒരുമാതിരി കോൺക്രീറ്റ് ചെയ്ത സാധനം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഇരിക്കും. ഞാൻ പലയിടത്തും കണ്ടപ്പോഴത്തേനും ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ വെള്ളാരം കല്ല് പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഓർക്കുന്ന കോൺക്രീറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്നാണ്. അവിടെയൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഇത് കണ്ടോ. അപ്പോൾ പോർബന്തറിലേക്ക് ഒരു 38 കിലോമീറ്റർ. അപ്പോൾ ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് വേണം സാധനങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ. കുഞ്ഞി വെള്ളമൊക്കെ കുടിച്ച് തീറ്റയൊക്കെ പകുതി നിന്ന് കിടക്കുകയാണ്. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.